എൻ്റെ പേര് ഷാലിദ് തോമസ്. ഞങ്ങൾ ചണ്ഡീഗഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഹസ്ബൻഡ് എയർഫോഴ്സിലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ചണ്ഡീഗഡിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കമൻറ്റ് ഹോസ്പിറ്റലായിരുന്നു വന്നിരുന്നത്. അവിടെ നിന്നും നമ്മൾ അടുത്തുള്ള ഒരു പള്ളിയൊക്കെ നോക്കി പോയിട്ടുണ്ടായിരുന്നു, ലൂർദ് പള്ളിയിൽ, ലൂർദ് ചർച്ചിൽ. അവിടെ നിന്ന് നമ്മൾ ക്വാർട്ടേഴ്സ് കാലിയാക്കിയതിന് ശേഷം ഈജിപുര പള്ളിയിൽ കുറച്ച് നാൾ താമസിച്ചു. എന്നിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ പല സ്ഥലത്തും അലഞ്ഞിട്ടും അപ്പോഴെല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, സീറോ മലബാർ പള്ളിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകുന്ന ദൂരത്തിൽ ഒരു പള്ളി വേണമെന്നായിരുന്നു ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതുവേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വീടാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, 2 BHK. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പല വീടുകളും കണ്ടു. പിന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 1-2 വീടുകൾ കണ്ടതിൽ, കുറേ ബാംഗ്ലൂരിലത്തെ പല സ്ഥലം കണ്ടതിൽ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഇടവകയിലത്തെ ഹെൻറി മാസ്റ്റർ ചേച്ചിയാണ് പറഞ്ഞത്, നമ്മുടെ ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ പഴയ പള്ളിയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായാലും നടക്കാതിരിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ ഒരു വീടൊക്കെ കാണാൻ പോയപ്പോഴാണ് എൻ്റെ അടുത്ത ചേച്ചി പറഞ്ഞത്. അത് ഒരു അത്ഭുതം എന്ന് പറയട്ടെ. ഞാൻ അന്ന് അതിന് മുൻപും ഞാൻ ഈ പള്ളി കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പള്ളി സത്യത്തിൽ എവിടെയെന്ന് അറിയാൻ ഞങ്ങൾ പള്ളി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പള്ളിയിൽ ആ ബോക്സിൽ ഞാൻ എഴുതിയിട്ടിട്ട് അത്രയും 2 വർഷത്തോളം അന്വേഷിച്ച് നടന്നിരുന്നത് സംഭവം 2 മാസത്തിനുള്ളിൽ എനിക്ക് കോമൺ ഫ്ലോറിൽ നിന്ന്, അല്ലെങ്കിലും കുറേ എൻക്വയറീസ് കിട്ടാറുണ്ടായിരുന്നു, പക്ഷെ കോമൺ ഫ്ലോറിൽ നിന്ന് അങ്ങനെ ഒരു വീട് കണ്ടിട്ട്, അത്രയും നാളായിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലം കണ്ടിട്ടും ആ ഒരു വഴിയിൽ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്. അതുമാത്രമല്ല, ഞാൻ ആ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വീട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങൾ കുടുംബം മൊത്തം വിശ്വസിക്കുന്നു, മാതാവിൻ്റെ അവിടെ എഴുതിയിട്ടത് കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു അത്ഭുതമാണ് ഞങ്ങൾക്ക് ഈ വീട് എന്നുള്ളത്. അതിൽ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം നന്ദി പറയുന്നത്. അത് ഇവിടെ നിന്നുണ്ടായൊരു കാര്യം. പിന്നെ എനിക്ക് അതുപോലെ ഇനി അടുത്തത് ഒരു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ ഭയങ്കര, എനിക്ക് മനസ്സിൽ എൻ്റെ ടച്ച് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഇടവകയിൽ ചേർന്നിട്ട് വെറും 6 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 6 മാസം ആയപ്പോഴേക്കും അന്ന് എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ വെക്കേഷനിൽ പോയിട്ട്. അപ്പം എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഫോൺ വന്നു. അപ്പോൾ ഞാനും മോളുണ്ടായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡ് അന്ന് രാവിലെ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് എന്നിട്ട് വന്ന് ഓഫീസിൽ പോയി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ, ഞാൻ ആരെ വിളിക്കണം എന്നറിയാതെ ഞാൻ വളരെയധികം ടെൻഷനിലായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡേവിസ് അച്ഛൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പപ്പയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ഏകദേശം പപ്പയുടെ ഡെത്ത് അവർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞിട്ടോട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ പപ്പ പോയി, എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ ഞാൻ ആ ഒരു അച്ഛനെ ഫോൺ ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങളുടെ വീട് മുഴുവൻ ആൾക്കാരായിരുന്നു. ഈ ഇടവകക്കാർ, ഞങ്ങൾ 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വരെ. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയില്ല പലരും. ഒരുപാട് ഫോൺ കോൾസ് വന്നു. നിങ്ങൾ എങ്ങനെയാണ് നാട്ടിലേക്ക് പോകാനോ, എന്ത് ചെയ്യേണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്യണോ, ഞങ്ങൾ എന്ത് ഹെൽപ്പാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. പലരും ഞങ്ങളെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോൺ വിളിച്ച് വന്നു. പിന്നെ വീട് നിറച്ച ആൾക്കാരായിരുന്നു. ഞാൻ അറിയാത്ത ആൾക്കാർ, അവരാണ് വന്നിട്ട്, ഈ പള്ളിയുടെ ഇടവകയിലത്തെ ആൾക്കാരാണ് വന്നിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു. പിന്നെ വീട്ടിലത്തെ ആ ഉണ്ടാക്കി വെച്ച ഫുഡിൻ്റെ അതൊക്കെ പാക്ക് ചെയ്തു, വീടെല്ലാം ക്ലീൻ ചെയ്തിരുന്നു. എനിക്ക് തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ അടുത്ത് നാട്ടിൽ നിന്നൊക്കെ ഫോൺ വന്ന് ഹസ്ബൻഡും അറിഞ്ഞു. പുള്ളി വരുമ്പോൾ നോക്കുമ്പോൾ വീട്ടിൽ മുഴുവൻ ആൾക്കാരാണ്. അതിലും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നേ വരെ കാണാത്ത ഒരു ചേട്ടനാണ് ലോയിഡ് ചേട്ടൻ. ഈ ഇടവകയിലത്തെ ലോയിഡ് ചേട്ടൻ, ഞങ്ങൾ ആ ചേട്ടൻ ആദ്യമായിട്ട് കാണണം, ഞങ്ങൾ ആ ചേട്ടനെ കാണണേ. ആ ചേട്ടനെ ഞങ്ങളുടെ അടുത്ത് പറയാണ്, എന്തായാലും ജോസഫ് ഇന്ന് രാവിലെ വന്നിട്ടേ ഇല്ലുള്ളൂ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡ്രൈവിങ് കാർ എടുത്തിട്ടാണ് പോകാമെന്ന് വിചാരിച്ച് പറഞ്ഞു, ഇനി ഒരു കാർ എടുത്തിട്ട് പോകണ്ട, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനിൽ എങ്ങനെയാവുമെന്ന് അറിയില്ല, കാർ എടുത്തിട്ട് പോകണ്ട. ആ ചേട്ടൻ പറയാണ്, ഞാൻ നിങ്ങളെ നാട്ടിൽ കൊണ്ടാക്കി തരാമെന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ചേട്ടന് ഞങ്ങൾ അറിയില്ല. അപ്പോൾ അതൊന്നുമല്ല, ഇപ്പം നമുക്ക് വേണ്ടത് എന്താ, നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് ആവശ്യം. ആ ചേട്ടൻ ഞങ്ങളുടെ തന്നെ കാർ എടുത്ത് ആ ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പുലർച്ചെയാണ് നാട്ടിൽ തൃശ്ശൂർ എത്തി. എന്നിട്ട് അപ്പോൾ തന്നെ ഞങ്ങളവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുക ചെയ്തത്. അപ്പോൾ ഈ പള്ളിയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഫീലിംഗ് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചതാണ്. അതുപോലെ തന്നെയാണ് അന്ന്
അതേ ഈ പള്ളിയിൽ നിന്ന് ഭാരവാഹികൾ, ഞങ്ങളുടെ യൂണിറ്റിലത്തെ ഭാരവാഹികായിരുന്ന പലരും, ഞാൻ ഇനി പേരെടുത്ത് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഇത് നീണ്ടുപോകും. അപ്പോൾ അവർ പലരും ഞങ്ങളെ നാട്ടിലേക്ക് വന്നിരുന്നു. അവർക്ക് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ ഇരുന്ന് വന്നിട്ടുള്ള, അപ്പോൾ വെറും 6 മാസമായിട്ടുള്ള ആൾക്കാരെ വരെ ഈ ഇടവക സ്നേഹിക്കണ കണ്ടപ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഇടവകയിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഇത്രയും എനർജി കിട്ടുന്നത്. അങ്ങനെയാണ്. അന്ന് ഇതുപോലെ തന്നെ അച്ഛനുണ്ടായിരുന്നു, അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നു, പിന്നിട്ട് വിൽസൺ ചേട്ടനൊക്കെ അവിടെ നാട്ടിലുണ്ടായിരുന്നു, പുള്ളി വന്നു. അങ്ങനെ പലരും ഈ ഞാൻ പറയാം, ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീണ്ടു പോണത് കൊണ്ടാണ്. അവരെല്ലാവരും വന്നു. അപ്പോൾ ഈ ഇടവകയിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനായാലും, ഇപ്പോൾ ഈ പുതിയ പള്ളി പണിയുമ്പോഴായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യാനും എല്ലാത്തിനും ഇത്രയും എനർജി വരുന്ന റീസൺ അതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോൾക്ക്, ഞങ്ങളുടെ മോള് നീറ്റിന് വേണ്ടിയിട്ട് എക്സാം എഴുതിയപ്പോൾ അവളുടെ ആദ്യത്തെ പ്രാവശ്യം അവൾക്ക് അത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യത്തിലത്തെ ആയപ്പോൾ ഞങ്ങൾ ഒരുപാട്, ഞാൻ ആ നീറ്റിൻ്റെ മോളെ എക്സാം എഴുതുന്ന സമയം മുഴുവൻ ഞാൻ നമ്മുടെ ഈ പുതിയ പള്ളിയിൽ ഇരുന്ന് മൊത്തം ഫുൾ 3 മണിക്കൂർ നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമൊക്കെ ആയിട്ട് ഈ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ഈ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. ഞാനിപ്പം കുർബാനയിലായാലും ഞാൻ 365 ദിവസം കുർബാനയ്ക്ക് പോകാനുള്ള ഈ മോട്ടിവേഷൻ കിട്ടിയതും ഈ പള്ളിയിൽ നിന്നാണ്. ഒരു 2-3 കൊല്ലമായിട്ട് എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എവിടെ പോയാലും, ഇപ്പം നമ്മൾ ടൂർ പോയാലും ഒക്കെ പള്ളി പോകണം എന്നുള്ള ഒരു വിചാരം, ഒരു ചിന്ത വന്നത് ഞങ്ങളുടെ ഡേവിസ് അച്ഛനായാലും ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. കുർബാനയ്ക്കുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള വന്നിട്ടുള്ള എല്ലാ കൊച്ചന്മാരും ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചൊക്കെ നമ്മൾ ജസ്പിനച്ചനൊക്കെ ആണെങ്കിൽ, ഞാൻ ഈ കുർബാനയ്ക്ക് വരണം എന്നുള്ള എൻ്റെ ഒരു ഇത് തുടങ്ങിയത് ഞാനൊരു നൊയമ്പിൻ്റെ സമയത്ത് തുടങ്ങിയതാണ്. 50 ദിവസത്തെ നൊയമ്പിൽ എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് വരിക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ കുർബാനയുടെ ഒരു ഇതിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ ജസ്മിനച്ചനൊക്കെ കുറച്ച് ദിവസം തന്നെ ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ ചോദിക്കും, എന്താണ് കുർബാനയ്ക്ക് വരുന്നില്ലേ, എന്താ കണ്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന എല്ലാ അച്ഛന്മാരുടെയും ഡേവിസ് അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ പള്ളിയുടെ, എനിക്ക് ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അസുഖങ്ങളൊക്കെ നമ്മൾ വരുമ്പോഴും വീണ്ടും വീണ്ടും അതിൽ നിന്നെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇത്രയും എനിക്ക് ഞങ്ങൾക്ക് കുടുംബത്തിന് മൊത്തം ഒരുപാട് കാര്യങ്ങൾ ഈ അസുഖങ്ങൾ തരണം ചെയ്തിട്ടും പിന്നെയും കുർബാനയ്ക്ക് വരാനും പള്ളിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അനുഗ്രഹം എല്ലാം കിട്ടിയത് സെന്റ് മേരീസ് പള്ളി എന്നാണ് പറയേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും എൻക്വയറികൾ ഇപ്പോൾ പലതിനെ കുറിച്ചായിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും. അത് ചേച്ചിക്ക് അറിയോ അല്ലെങ്കിൽ ഷാൽറ്റിന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയും, ഓക്കെ എൻ്റെ കയ്യിൽ എനിക്കറിയാം, അതിനുള്ള മറുപടി അതിനുള്ള ആളെ എനിക്കറിയാം, ഇതിനുള്ള ആളറിയാം എന്ന് ഞാൻ പറയണത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും, ഇതെങ്ങനെ ഇത്രയും കോണ്ടാക്ട്സ് എവിടെ നിന്നാണ്, ഏതിനെ കുറിച്ച് ചോദിച്ചാലും എൻക്വയറി ചോദിച്ചു കഴിഞ്ഞാലും ഷാലിറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളൂ, ഇതെല്ലാം എൻ്റെ പള്ളിയുടെ കോണ്ടാക്ട്സ് ആണ്. എല്ലാം ഈ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ കോണ്ടാക്ട്സും ആണ്. ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ വിളിക്കരുത്. അപ്പോൾ നമ്മളുടെ ഈ പള്ളിയിൽ കിട്ടുന്ന ആ ഒരു സുരക്ഷിതത്വം, പിന്നെ അതുപോലെ തന്നെ ഈ കണക്ഷൻസും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ലൈഫിൽ. അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട അടുത്തൊരു പോയിന്റാണ്, നമ്മളുടെ ഇവിടുത്തെ കാറ്റഗിസത്തിൻ്റെ ആ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ അച്ഛൻ ഓരോ കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിൻ്റെയും ബൈബിൾ കലോത്സവത്തിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അത് എനിക്ക് പറഞ്ഞാൽ തീരില്ല. എന്നുവെച്ചാൽ എൻ്റെ മോൾക്കായാലും ഇപ്പോൾ ഈ ബൈബിൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് ഡേവിസ് അച്ഛൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ അവളുടെ കോളേജിൽ ഇപ്പോൾ മെഡിസിന് പഠിക്കുമ്പോൾ അവളുടെ കോളേജിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി അതിൽ റിയാക്ട് ചെയ്തിട്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ പറയാനും ചെയ്യാനുള്ള ഒരു കഴിവെല്ലാം കിട്ടിയത് ഈ ബൈബിൾ കലോത്സവവും നമ്മുടെ ഈ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പോൾ അതും ഇതിലൊരു ഒരുപാട് കാര്യങ്ങളിൽ ഒരു പോയിന്റാണ്. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാ അച്ഛന്മാർക്കും വികാരിയച്ഛനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു.